എല്ലാവർക്കും നമസ്കാരം. അപ്പം 66 ഇവിടെ ഉണ്ട്. 66 വീട്ടിൽ വിശ്രമത്തിലാണ്. ഇപ്പം ലോഡൊന്നും ആയില്ല. അപ്പം അത് ലോഡൊക്കെ ആയി കഴിയുമ്പോൾ ഇനി അടുത്ത ട്രിപ്പ് അവർ പോയിരിക്കും. അതൊന്നും തീരുമാനമായിട്ടില്ല. അപ്പം നമ്മളിന്ന് അച്ഛമ്മയും കൊച്ചുമക്കളോടാണ് പോകുന്നത്. അച്ഛമ്മയുടെ മക്കളെയും മരുമക്കളൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല, എല്ലാവരും നമ്മൾ വീട്ടിലെത്തി. അപ്പം ഞങ്ങളെല്ലാം കൂടെയാണ് ഇത് പോകുന്നത്. കുഞ്ഞിക്കണ്ണ ട്യൂഷൻ ഉണ്ട്, അതുകൊണ്ട് അവൻ മാത്രമില്ല. അവന് കുറച്ച് ലേറ്റായിട്ട് ട്യൂഷൻ കഴിയുള്ളൂ. ആദ്യം പോകാനുള്ള ആൾ ഓൾറെഡി വണ്ടിയെ കയറി ഇരിപ്പുണ്ട്. അപ്പോൾ അച്ഛമ്മേനെ മക്കളും കയറ്റിയിട്ടുണ്ട് വണ്ടിയിൽ. ട്രാവലറിന്റെ അച്ഛമ്മയും കൊച്ചുമക്കളും കൂടെയുള്ള പുഷ്പകിലെ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, എങ്ങോട്ടാ പോണ്ടേ? മേഘാലയ. ഇപ്പഴാ? ആ, ഇത് വെച്ചിപ്പോ മേഘാലയക്ക് പോകാൻ പറ്റത്തില്ല. വേറെ ഇവിടെ അടുത്തുള്ള എന്തെങ്കിലും സ്ഥലം പറ. അമ്പലമാണ്. അപ്പൊ ആമ്പൽ ഇപ്പൊ പോയിട്ട് കാര്യമില്ല. ആമ്പല് രാവിലെ പോണം. വാട്ടർഫോൾസ് തപ്പാം, നോക്കട്ടെ. വെള്ളം കാണിച്ചാ മതിയോ? ആ, മതി മതി. അത് ശരിയാക്കാം. സ്വിമ്മിംഗ് പൂള് മതിയോ? സ്വിമ്മിംഗ് പൂള് നോക്കട്ടെ. മീനച്ചിലാറായി ഒഴുകുന്നത്. നല്ല വെള്ളമാണ് മഴയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്റ്റേഡിയം, കോട്ടയത്തെ നെഹ്റു സ്റ്റേഡിയം. ആ സ്റ്റേഡിയം എന്തിനാ? സ്റ്റേഡിയം എന്തിനാ? സ്പോർട്സും അങ്ങനത്തെ പരിപാടികളൊക്കെ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവിടെ സ്പോർട്സ് നടക്കുന്ന. അത് ശ്രദ്ധിക്കാറുണ്ട്, അവിടെ സ്പോർട്സ് പരിപാടിയൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഇതാണ് കോട്ടയത്തെ റെയിൽവേ സ്റ്റേഷൻ. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ. ഒരാളെ ഭയങ്കര റെഡിയായി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇറങ്ങിയേക്കുന്നത്. ഒരാൾ മുടിയൊക്കെ കെട്ടി ഒരുങ്ങി. ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കുന്ന മറ്റേ കണ്ണി പൊടി പോയിരിക്കുന്നു. ഓ, എന്നാ ഞങ്ങൾക്ക് കൂടെ രണ്ടെണ്ണം തരണ്ടേ അല്ലേ? എന്നാ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഓരോ കൂളിംഗ് ഗ്ലാസ് തരാൻ വരായിരുന്നു. നിങ്ങൾ ചോദിച്ചില്ല? അതെ, പാവം, അത് ആമിക്ക് കൊടുക്കണ്ടായിരുന്നോ? സിവിൽ സ്റ്റേഷൻ കോട്ടയം. അപ്പോൾ നമുക്ക് നേരെ കുമരകം വിട്ടേക്കാം. അപ്പോൾ ഇതാണ് മനോരമ ജംഗ്ഷൻ. അക്ഷരനഗരി എന്നാണ് കോട്ടയം അറിയപ്പെടുന്നത്. തന്നെയല്ല, ലിറ്ററസി റേറ്റിൽ കേരളത്തിൽ റാങ്ക് 1 കോട്ടയത്തിന്. കുമരകത്ത് വെള്ളത്തിലിറങ്ങാവോ? കുമരകത്ത് കായലല്ലേ, വെള്ളത്തിലിറങ്ങാൻ പറ്റുന്നതൊക്കെ അവിടെ ചെന്ന് നോക്കിയാലേ അറിയത്തുള്ളൂ. വേറെ എവിടെയും പോവാനില്ല? നോക്കട്ടെ, കുറേ ഹൗസ് ബോട്ട് ഉണ്ട്. ഹൗസ് ബോട്ടൊക്കെ കൊണ്ടുപോയി കാണിച്ചിട്ട് തരാം. ടൗണിൽ നല്ല തിരക്കാണ് ഇവിടെ സെൻട്രൽ ജംഗ്ഷനിൽ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കോട്ടയത്തെ സ്കൈ വാക്ക്. അതിന് പണിയൊന്നും ആയില്ല. അതിൻ്റെ ഇടയിൽ ചെറിയൊരു മഴ പെയ്ത് മാറി. നനയാനുള്ള മഴയൊന്നും പെയ്തില്ല. പക്ഷെ എനിക്ക് വൈപ്പർ വർക്കിംഗ് അല്ല. കഴിഞ്ഞ ദിവസം എല്ലാവരും ചോദിച്ചു വൈപ്പർ തന്നെ എവിടെ ഇരിക്കുന്നത്. വൈപ്പർ വർക്കിംഗ് അല്ല. ഈ വൈപ്പർ വർക്കിംഗ് അല്ല, ആ സൈഡിലെ വൈപ്പർ വർക്കിംഗ്. കുമരകം ലെഫ്റ്റ്, അങ്കമാലി റൈറ്റ്. ഇതാണ് ബേക്കർ ജംഗ്ഷൻ. CMS കോളേജ് കോട്ടയം, ബേക്കർ കോളേജ് പൗമൺ. CMS കോളേജും ബേക്കർ കോളേജ് രണ്ട് കോളേജാണ്. അപ്പം CMS കോളേജാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയ കോളേജുകളിൽ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു കോളേജാണ്. 100 വർഷം കൂടുതലായി. 100 വർഷമല്ല, ഇത് 1817 തുടങ്ങിയതാ. അത് തന്നെ, 1817 തുടങ്ങിയ കോളേജാണ്. പഴയ കോളേജാണ്. എൻ്റെ ആഗ്രഹമായിരുന്നു പണ്ട് ഇവിടെ ഒന്ന് പഠിക്കണമെന്നൊക്കെ ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞ് വലുതായപ്പോൾ അത് മാറി കുറച്ച് ദൂരെ പഠിക്കാമെന്ന് വെച്ചു. ഞാൻ ആദ്യമായിട്ട് CMS കോളേജിൽ കന്നത് കഴിഞ്ഞ കൊല്ലം. കൂട്ടുകാരുടെ ഒരു പരിപാടിക്ക് വന്ന ഇവിടെ. ഞാനിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ പണ്ട് ചെറുതായിരുന്നപ്പോൾ ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ ഇവിടെ ഞാൻ വന്നിട്ടുണ്ട്. കാനേ കുഞ്ഞിരാമൻ സാർ എന്നെ വരച്ചില്ലേ ജസ്റ്റനെ, ആദ്യം ഇവിടെ വെച്ച ഈ കോളേജിൽ ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ വന്നപ്പോഴാണ് സാറിനെ കണ്ട്. ശരി, അന്ന് ഞാനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വലുതായപ്പോൾ ഞാൻ വന്നത് ഈ കഴിഞ്ഞിടയ്ക്കോട്ടെ, കഴിഞ്ഞ കൊല്ലായിരുന്നു. CMS കോളേജ് കാണാൻ നല്ല രസമാണ്. പഴയ കൊളോണിയലും അതുപോലെ തന്നെ കേരള ആർക്കിടെക്ചറോട് ചേർന്നിട്ടുള്ള ഒരു ബിൽഡിങ്ങുകളാണ് ഫുൾ. അതിൻ്റെ അകത്ത് നല്ല രസമുണ്ട്. നല്ലതാണല്ലോ. കുറേ മരങ്ങളും ഉണ്ട്. നല്ലൊരു ക്യാമ്പസ്. അതെ. കുമരകത്തെ കരിമീനൊക്കെ ഉണ്ടോ നോക്കണ്ടേ? കരിമീൻ ഉണ്ടോന്നാണെ നോക്കാം. അതിന്റെയൊക്കെ സമയം കഴിഞ്ഞാണ് ഇപ്പോഴല്ലേ? രാവിലെ അല്ലേ? രാവിലെ വൈകുന്നേരമൊക്കെ അല്ലേ പൊതുവെ മാർക്കറ്റിൽ മീൻ വരുന്നേ. നോക്കാം, ചിലപ്പോ കിട്ടുമായിരിക്കും. ഉണ്ടേ മതി. ഇല്ല, കിട്ടണം നിർബന്ധമൊന്നുമില്ല, നമുക്ക് നോക്കാം. ഈ ഒഴുകുന്നത് മീനച്ചിലാറാ. നല്ല വെള്ളമുണ്ട് ഇപ്പൊ മഴ ആയതുകൊണ്ട്. നമ്മളെ ആലപ്പുഴക്ക് ബോട്ടിങ്ങിന് പോയതായിരുന്നേ. ഞങ്ങളാരും ഇല്ലായിരുന്നു. ഞാനും പൊന്നും ഇല്ലായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ നല്ല വെയിലായിരുന്നു. ഇപ്പൊ നല്ല മഴ പെയ്യാൻ തുടങ്ങി. റോഡ് കാണാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ബുദ്ധിമുട്ടൊന്നും ഇല്ല. നല്ല പെരുമഴ. സൈഡിലെ ഷട്ടർ വേണേ താത്തിയിടാം. അല്ല, നനയണോ അതിനാണല്ലോ വന്നേക്കുന്നത്. അല്ല, ഞാൻ ചോദിച്ച അച്ഛമ്മക്ക് ഇനി നനയുണ്ടല്ലോ.
ആ അതെ, നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഒരു കുട എടുക്കാൻ മറന്നുപോയി. നേരത്തെ ആലോചിക്കണ്ടായിരുന്നോ? ഈ മഴക്കാലത്ത് യാത്ര ചെയ്തിട്ട് കുട എടുക്കാൻ മറന്നുപോയെങ്കിൽ മഴ പെയ്തപ്പോഴാ കുടയുടെ കാര്യം ഓർക്കുന്നത്. ഇനി വല്ല കടയിലും കയറണ നനഞ്ഞു പോവാല്ലേ? അത് അതൊക്കെ കൊണ്ടുപോയി നിർത്താലോ. ആ, വെയിൽ തെളിവായിരിക്കും. അച്ഛമ്മയ്ക്ക് നനയുന്നതിന്റെ സങ്കടം, ഒരാൾക്ക് നനയാത്തതിന്റെ സങ്കടം. ഇതുണ്ട്, അവിടെയൊക്കെ കൃഷി തുടങ്ങി, പക്ഷെ കുറെ എല്ലാം വെള്ളം കയറി കിടക്കുക. ഇതുപോലെ തന്നെ നെൽപ്പാടാ മലരിക്കലും. അവിടെ ഇപ്പൊ പക്ഷെ ആമ്പല് കയറി കിടക്കുക. വെള്ളമൊക്കെ പോയി, വെള്ളമൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ നെൽകൃഷി തുടങ്ങും. ഇത് ഫുള്ള് ആമ്പൽത്തോട്ടാ. കണ്ടോ, പൂവെല്ലാം ചൊങ്ങിപ്പോയി. പക്ഷെ ഇഷ്ടംപോലെ പൂവുണ്ടായിരുന്നു. രാവിലെ വരെ തന്നെ പൂ കാണാറുണ്ട്. ആ വീടുകളൊക്കെ കണ്ടോ, വെള്ളത്തിന്റെ നടുക്കാ വീട്. ഇപ്പൊ വെള്ളം കയറി നിൽക്കുന്നോണ്ട് ഇങ്ങനെ, വെള്ളം ഇല്ലാത്ത സമയത്ത് നല്ല രസമായിരിക്കും അല്ലേ, കൃഷിയുടെ നടുക്ക് വീട് ഇങ്ങനെ ഇരിക്കുന്നത്. അതെ, ഈ മഴക്കാലത്ത് മിക്ക സ്ഥലങ്ങളും കാണാനൊരു പ്രത്യേക ഭംഗിയാ. പച്ചപ്പ എല്ലായിടും. ബോട്ട് ജെട്ടി 1.5 കിലോമീറ്റർ. കുമരകം, അപ്പോൾ നമ്മൾ കുമരകം എത്തി. കുമരകം ബേർഡ് സാഞ്ചുറി, ആലപ്പുഴ, ചേർത്തല, NH66, വൈക്കം, എറണാകുളം ഒക്കെ നേരെ. ഇവിടെയൊക്കെ മിക്ക വീട്ടിലും ഓരോ വള്ളം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? എല്ലാം ഓരോ വള്ളങ്ങളാ, വലിയ വെള്ളം. അത് പഴയ ബിൽഡിംഗ് ആണ്, ഓടിട്ട പഴയ ബിൽഡിങ്ങുകളാണ്. കായലിന്റെ സൈഡിൽ താമസിക്കാനൊക്കെ രസമാണ്, പക്ഷെ വെള്ളം കയറുമ്പം വലിയ രസമില്ല. അല്ലാത്തപ്പോ ആണെങ്കിൽ നല്ലതാ. പിന്നെ ഇറങ്ങുന്ന സമയത്ത് അത് ചീത്ത മണല്ലേ, ഒരു സ്മെല്ലില്ലേ. നമ്മളവിടെ കണ്ടത്തിലും വെള്ളം കയറിയിട്ട് ഇറങ്ങുമ്പോ ഒരു മണല്ലേ. ഡാമി ചെറുതായിട്ടൊന്ന് മയങ്ങി വീഴാണ്. കുമരകം ആസ്വദിക്കാനുള്ളവരൊക്കെ ആസ്വദിച്ചണം കേട്ടല്ലോ. ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതിവിടുത്തെ ബോട്ട് ചട്ടിയാ. ബോട്ട് ചട്ടിയില് ബോട്ടൊന്നും ഇല്ലല്ലോ, പോയേക്കുമായിരിക്കല്ലോ. അയ്യോ, ഇപ്പുറത്തെ സൈഡിലുണ്ട്. അവിടെ എമ്പടി ബോട്ട് കിടപ്പുണ്ടായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് നടന്നോ. ബോട്ട് കാണേണ്ടവരൊക്കെ ഇറങ്ങി പോരാ കേട്ടോ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, എല്ലാവരും കൂടെ ഉള്ളപ്പോ ബോട്ടിനൊക്കെ പോവാം. ഹൗസ് ബോട്ട് കാണിക്കാന്ന് പറഞ്ഞിട്ട് ഹൗസ് ബോട്ട് കാണിച്ചു തരാം, ഞങ്ങൾ എല്ലാം കാണിച്ചു തരും. കാണിച്ചു തരുന്നതിന് കുഴപ്പമൊന്നുമില്ല, അതിപ്പോ ശരിയാക്കി തരാം. ഹൗസ് ബോട്ടല്ലേ. എല്ലാരെയും കൂടെ ഒന്ന് ബോട്ട് കാണിക്കാന്ന് വെച്ചു. ഉറങ്ങിയ ആൾ എണീറ്റോ? അയ്യോ, പകുതി ഉറക്കത്തില്ല, വിട്ടിട്ട് പോരുത്, താഴെ കിടക്കും. ബോട്ട് എന്നോട്ട് വരിയോ? ബോട്ട് ഇങ്ങോട്ട് വരുമോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അച്ഛയൊക്കെ വേണമെന്ന്, പൈസ ഇല്ല. അച്ഛ ഉണ്ടെങ്കിൽ പൈസ വന്ന ഒരു ബോട്ടൊക്കെ ഇട്ട് കൊണ്ടുപോകും. ബോട്ട് കണ്ടില്ലേ, സന്തോഷമായില്ലേ? ഹൗസ് ബോട്ടേ സാധാരണ ഇവിടെ വരുമ്പോൾ ഹൗസ് ബോട്ട് കിടക്കുന്നായിരുന്നു. ആ വെള്ളത്തിൽ മുങ്ങി നോക്കാനൊന്നും പറ്റില്ല. വെള്ളമൊക്കെ കണ്ടോ, കലങ്ങി മറിഞ്ഞ് കിടക്കുക. ഇത് ചാടാനൊന്നും പറ്റത്തില്ല. ചാടണം തോന്നുന്നുണ്ടോ? നീന്തൽ അറിയണം. ഇവിടെ ഈ കായലിൻ്റെ സൈഡിൽ തന്നെ ഒരു ക്ഷേത്രമുണ്ട്. സ്കൂളും ഉണ്ട്. അത് കാണുന്ന സ്കൂളാണ്. ഇവിടെ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്. ഇവിടെ വന്നിറങ്ങിയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് വെളി വന്നു, കുഞ്ഞിക്കിളിക്ക് ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു. പാവം കുഞ്ഞിക്കിളി അതിൻ്റെ സങ്കടത്തിലാണ്. അതുകൊണ്ട് വേഗം കൊണ്ടുവിടണം. അതുകൊണ്ട് ചേട്ടന്ന് കൊണ്ടുവിടണം. കയറിക്ക് വന്ന പോയേക്കാം. ആ മൂളലിനൊരു എനർജി പോരല്ലോ. അതെ, ഒരു പഴയ വീടാന്ന് തോന്നുന്നുണ്ടോ, പടിപ്പുരയൊക്കെ ആയിട്ട്. നല്ല രസമുണ്ടല്ലേ. ഞാൻ കരുതും ചെയ്ത എന്നെ മുമ്പേ അവിടെ നിന്നപ്പോഴേ വീടാന്ന് തോന്നുന്നു. അവിടെ ഒരു വെള്ളത്തിൽ ചാടിച്ച എന്റെ ദേഹം മൊത്തം വെള്ളമായി. പക്ഷെ എന്റെ ദേഹത്തായില്ലല്ലോ. അത് ഇതുവഴി കയറിയെന്നറിയോ, അവിടെ താഴെ ഒരു ഹോളുണ്ട്, അതുവഴി ഇങ്ങനെ നേരെ തെറിച്ച് വെള്ളം. അതിനല്ല, കുമരകം നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടെയാണ്. ഇവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്ന. വേമ്പനാട് കായലിന്റെ തീരത്താണ് കുമരകം സ്ഥിതി ചെയ്യുന്നത്. അത് തന്നെയല്ല, വേമ്പനാട് കായലാണ് ഇന്ത്യയിലല്ല കേരളത്തിലെ ഏറ്റവും വലിയ ലേക്കാ വേമ്പനാട് ലേക്ക്. ഇത് താമര നിൽക്കുന്നു. 1-2 ഉണ്ട് കേട്ടോ. താമര ഇങ്ങനെ സമയം കഴിയുമ്പോൾ ചൊങ്ങിപ്പോയില്ല അല്ലേ. ആമ്പല് നല്ല വെയിൽ ഉദിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ആമ്പലങ്ങ് കൂമ്പി പോകും. രാവിലെയൊക്കെ ചെല്ലുമ്പോൾ നല്ല വിടർന്ന് നിൽക്കും വെളുപ്പിന സമയത്ത്. പിന്നെ ഈ വൈകുന്നേരം ആകുമ്പോഴും കുറച്ചു നേരം വിടർന്നു പോകും. ഇതൊരു സ്കൂള് കണ്ടോ, നല്ല സ്കൂളല്ലേ. നല്ല രസമുണ്ട്. ഗവൺമെന്റ് HSS. ഈ റൗണ്ടിലൂടെയാ വെള്ളം കയറുന്ന അകത്തേക്ക്. അതെ, പക്ഷെ നല്ല വെള്ളം വരുമ്പോഴാണ് നന്നായിട്ട് വെള്ളം എടുക്കും. കുമരകത്തെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്ന ബോട്ടിങ്ങാണ്. അപ്പോൾ നമുക്ക് ഹൗസ് ബോട്ടിലും പിന്നെ ഇഷ്ടംപോലെ ബോട്ടുകളുണ്ട്. അതിൽ കയറി കായലിൽ കൂടെ ഒക്കെ ഒരു റൈഡിനൊക്കെ പോകാൻ പറ്റും. പിന്നെ വില്ലേജ് ടൂറിസം ഉണ്ട്. ഇവിടെ ഒരു ബേർഡ് സാഞ്ചുറി ഉണ്ട്. നമ്മൾ ഇന്നാള് പോയപ്പോൾ കണ്ടില്ലേ, മറ്റേ കയറൊക്കെ
ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ പോയി കണ്ടില്ലേ. ആ അതിവിടെ ആയിരുന്നല്ലേ. അങ്ങനെ കുറെ ആക്ടിവിറ്റികളുണ്ട്. പിന്നെ കുറെ റിസോർട്ടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ആയുർവേദിക് ട്രീറ്റ്മെന്റിനൊക്കെ ആയിട്ടുള്ള റിസോർട്ടുകള്. പിന്നെ ഫോറിനേഴ്സ് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സ്ഥലമാണ്. പിന്നെ കരിമീൻ കിട്ടും. കരിമീനൊന്നല്ല, കരിമീനൊക്കെ നമുക്ക് ഇനി വേറൊരു ദിവസം വന്ന് നോക്കാം. ഇപ്പൊ ഒരാളെ അത്യാവശ്യമായിട്ട് വീട്ടിലെത്തിക്കണം. അതെ, നല്ല കായൽ കരിമീൻ കിട്ടുമായിരുന്നു. നമ്മൾ ഇല്ലിക്കലെത്തി. ഇവിടെ നിന്ന് റൈറ്റ് പോകുമ്പോഴാണ് മലരിക്കൽ. അവിടെയാണ് മറ്റേ ആമ്പൽ വസന്ത ഉള്ളത്. അപ്പോൾ നമ്മൾ തിരിച്ച് കോട്ടയത്തെത്തി. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോയേക്കാം. ബേക്കർ കോളേജ് ഫോർ വുമൺ. ഈ ബേക്കർ വുമൻസ് കോളേജ് അല്ലേ, അത് ഇന്ത്യയിലെ ആദ്യത്തെ വുമൻസ് കോളേജുകളിലൊന്നാണ്. ഓ, ബേക്കർ ഇൻസ്റ്റിറ്റ്യൂഷൻ CSI മധ്യ കേരള ഡയോസിസ്. ഇത് 1879 പഴയ കുറേ ബിൽഡിങ്ങുകളുണ്ടല്ലേ ഇവിടെ. ഇവിടെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അതിനല്ല ഈ ബേക്കർ ജംഗ്ഷൻ എന്ന് പറയുന്നത്, ബേക്കർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഓഫീസറായിരുന്നു. അപ്പം ആളുടെ പേരിലാണ് ബേക്കർ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അച്ഛന്മാരെ മക്കളെയും കൂടെ കറങ്ങാൻ കൊണ്ടുവന്നിട്ട് ഒരാളവിടെ ഇരുന്ന് ഇങ്ങനെ വീഴുക കണ്ണടഞ്ഞ്. അതെ, വണ്ടിയല്ലേ നല്ല നല്ല വിശാലമായിട്ട് കാറ്റ് കയറുന്ന വണ്ടിയല്ലേ. കാറ്റടിക്കുമ്പോൾ ഒന്ന് ഉറക്കം ചെറുതായിട്ട് വരുക, പക്ഷെ ഉറങ്ങിയൊന്നുമില്ല. മയങ്ങിയതാണ്. ആ, മയക്കം വന്നതേ ഉള്ളൂ. ഒരാള് കണ്ണാടിയൊക്കെ വെച്ച് കാറ്റ് ആസ്വദിക്കുക. കുഞ്ഞിക്ലീന് ഡിപ്രഷനിലാക്കുന്ന പരിപാടിയായിരുന്നു. ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞത്, അതുകൊണ്ട് കുഞ്ഞിക്ലി ഡിപ്രഷനിലേക്ക് വീണിരിക്കുക. അത് സങ്കടം വരുന്നു കുഞ്ഞിക്ക്. ആ കണ്ണാടി മാറ്റി ആ കണ്ണിലെ കണ്ണീര് കാണാം. ഞാൻ കണ്ടില്ല. കരഞ്ഞില്ലല്ലേ? പക്ഷെ പാവത്തിന് സങ്കടമുള്ളു, കരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ചെറിയ മഴക്കാറ് കയറി നിൽക്കുക. അപ്പോൾ നമ്മളിതേ തിരിച്ച് വീട്ടിലെത്തി. ഇനിയിപ്പോൾ കുഞ്ഞിക്ലീനെ കൊണ്ട് ട്യൂഷന് വിടണം. അപ്പോൾ അതെ, കുഞ്ഞിക്ലി ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നു. ഇപ്പോൾ അത് എല്ലായിടത്തും വെള്ളമൊക്കെ കയറി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് മഴക്കാലം ഒന്ന് ആസ്വദിക്കാൻ പോകാം ട്രക്കറിലെ. പോവാം. അപ്പോൾ അതിനായിട്ട് എല്ലാം റെഡിയായി നിൽക്കുകയാണ്. ചാച്ച വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട്. ഇന്നതേ ഒറിജിനൽ ക്യാമറാമാൻ വന്നിട്ടുണ്ട് നമ്മുടെ ഇവിടെ. ഒറിജിനൽ അപ്പം ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ആ, ഞാൻ ഡ്യൂപ്ലിക്കേറ്റാ. അപ്പോൾ ഇന്നത്തെ ക്യാമറാമാൻ അച്ഛ. എങ്ങോട്ടാ പോന്നെ? എനിക്കറിയത്തില്ല, മെയിൻ ഡ്രൈവറോട് ചോദിക്കണം. അതൊക്കെ ഞാൻ അമ്മ ഇരിക്കുന്ന പോലെ നടുക്കിരിക്കും. സൈഡിൽ നിങ്ങളൊക്കെ ഇരുന്നു, നനയാൻ താല്പര്യമുള്ള ഒരു സൈഡിൽ ഇരുന്നു. കുഞ്ഞിക്ക് പോയി അവിടെ കയറി. എന്നാ കയറിക്കോ, പോയേക്കാം. ആ, ഇവിടെ കയറണം, ഇവിടെ കയറണം. ഞാൻ ഇവിടെ കയറി കേട്ടോ. ഓ, ഇത് സൈഡായി പോയി അല്ലേ? ആ, സാരമില്ല. അവിടെ ഇരുന്ന് എങ്ങനെ ഞാൻ ക്യാമറ എടുക്കണോ? ഫ്രണ്ട് ഇരുന്ന് അവിടെ ഇരുന്നു, ഞാൻ എടുത്തോളാം. ഞാൻ എടുത്തോളാം. ആ, എന്നാ ശരി, എങ്ങനെയാന്ന് വെച്ചാൽ ആയിക്കോട്ടെ. എന്നാ ഞാൻ ഫ്രണ്ട് ഇരിക്കാം. ആ, ഇവിടെ ഒന്നും പോകത്തില്ല. അതെ, വെള്ളം ഭയങ്കര വെള്ളമാണ് വഴി മൊത്തം. ഇത് കടല് പോലെ അങ്ങോട്ട് കിടക്കുന്ന. ആ, നോക്കിയേ, ശകലം കൂടെ മുന്നോട്ട് പോകും. ശകലം ഒന്ന് ശകലം ഇറങ്ങി നോക്കാം. ആ, ഓ, അങ്ങോട്ടല്ലേ ഇതുപോലെ വെള്ളം കയറിയല്ലേ? അപ്പോൾ അപ്പുറം വെള്ളമായിരിക്കുവേ. എന്നിട്ട് അങ്ങ് പോകണ്ട, മതി. കുറച്ചിറങ്ങിയാ റിവേഴ്സ് എടുത്തു. ഈ ടയറ് വീലിനകത്തെല്ലാം വെള്ളം കയറി. നേരെ പുറകോട്ട് പോരട്ടെ. പോട്ടെ 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 നേരെ പോട്ടെ. നമുക്ക് പിന്നെ വെള്ളപ്പൊക്കത്തിൻ്റെ വലിയ പ്രശ്നമില്ല. വീടിരിക്കുന്നതോ അവിടെ ഒന്നും കുഴപ്പമില്ല. അങ്ങോട്ടേ, ഇങ്ങോട്ട് തിരിക്കാനാണോ? ആ, തിരിക്കാൻ. തിരിയോ? ആ, നോക്കി. നമുക്ക് പിന്നെ ഇവിടെ എന്നാ വെള്ളപ്പൊക്കം വന്നാലും നമ്മുടെ വീടും പരിസരവും ഏറ്റുമാനൂരും ഒന്നും വലിയ വെള്ളം കയറുകയല്ല. എങ്ങോട്ടും പോകാം. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു അവിടെ ഒരു പാടമുണ്ട്. അങ്ങോട്ടാണ് നമ്മൾ പോയി നോക്കിയത്. ഇനി ഇപ്പറേ ഒരു സൈഡിൽ പാടമുണ്ട്. അവിടെയും വെള്ളമായിരിക്കും. ഇതുപോലെ തന്നെ റോഡിൽ കാണും. അതൊക്കെ ചെറിയ വഴികളാണ്. പിന്നെ വേറെ എങ്ങോട്ട് 2018 വെള്ളത്തിന് പോലും നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഒരിടത്തും വെള്ളം കയറുന്ന സ്ഥലങ്ങളില്ല. പിന്നെ ടൗണിലേക്ക് കോട്ടയത്ത് പോകുമ്പോൾ നാമ്പടത്ത് ചിലപ്പോൾ കയറും. വലിയ വെള്ളം വന്നാൽ അത് കയറും. ഇവിടെ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകാം. പിന്നെ മൂവാറ്റുപുഴ റോട്ടിൽ പോകുമ്പം അവിടെ എവിടെയെങ്കിലും കുറച്ചങ്ങോട്ട് ചെല്ലുന്നുണ്ട്. എവിടെയെങ്കിലും വെള്ളം കയറാൻ സാധ്യതയുണ്ട്. എന്നാലും വലിയ പ്രശ്നം വരികയല്ല. ആ, പാലയില്ല. ആ പാല സൈഡിലേക്ക് പോയാൽ അതല്ലെങ്കിലും എല്ലാം എങ്ങനെ വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ് ആ ഭാഗങ്ങളിലുള്ള. ആ, ഇവിടെയും വെള്ളം കയറി കിടക്കുക. കണ്ടോ? ഇച്ചിരി താഴോട്ട് ഇറക്കാൻ എടുത്താൽ വെള്ളത്തിൽ ഇറക്കണ്ട. ഇവിടെ നിന്നിട്ട് നമുക്ക് നോക്കിയിട്ട് പോരാം. ഇത് കണ്ടോ, നമ്മുടെ ഒരു ചെറിയ വഴിയാണ്. മൊത്തം വെള്ളം കയറി കിടക്കുക. അങ്ങോട്ട് മൊത്തം വെള്ളമാണ്. പാടം മൊത്തം വെള്ളം കയറി നടന്നു. ഇവിടെ മീൻ പിടിക്കാൻ ഇതേ വലയൊക്കെ ഇട്ടിട്ടുണ്ട്. ആ, ഇരുതലമുരിയാ. എത്ര ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ ഒക്കെ ഉണ്ട്. ഇതേരണം പോന്നു. ഇഷ്ടം പോലെ ഉണ്ട്. മണ്ണിരയാന്ന് വിചാരിച്ചു ഞാൻ ആദ്യം. ആ, അതിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. മണ്ണിര അല്ല ഇത്. ഇത് വേറെ സാധനം. രണ്ട് സൈഡിലും ഇരുതലമുരി. അതാണ് ഇരുതല എന്ന് പറയുന്നത്. രണ്ട് സൈഡിലും തലയുള്ളതുകൊണ്ട് ഇരുതലമുരി.
നിനക്ക് ഉണ്ടായിരിക്കും. ഇതിനെ എങ്ങനെയാ പറയുന്നത്? മണ്ണിരയുടെ തല എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. പൊന്നുനെ ഇതുവഴി ഇപ്പം വണ്ടി ഇറക്കിക്കൊണ്ട് പോണം വെള്ളത്തിൽ കൂടെ. വെള്ളത്തിലല്ല, മിക്കവാറും ഇതന്നെ കറക്റ്റ് വീതിയല്ലേ ഉള്ളൂ. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ പാടത്ത് കിടക്കും. കറക്റ്റ് സ്ഥലമേ ഉള്ളൂ. അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടാണ് നേരെ പാടത്തോട്ട് പോകും. ഞാനും കുഞ്ഞിക്കണ്ണോട് ഒന്ന് രാത്രി സ്കൂട്ടറിന് വന്നായിരുന്നു. എന്നിട്ട് ഞങ്ങളിങ്ങനെ ഈ ഏരിയ മൊത്തം കറങ്ങിട്ട് വന്നു. അന്നേരം വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ? ഇല്ല, അന്നേരം ഇത്ര ഇല്ലായിരുന്നു. പാടത്തിന്റെ അവിടെ വരെ വെള്ളം ഉണ്ടായിരുന്നു. റോഡ് കാണായിരുന്നു. അപ്പം റോഡ് മുങ്ങി. ഇപ്പം എന്നാ വണ്ടി എടുക്കാം. അതെ, റിവേഴ്സ് കൊണ്ടേനെ. റിവേഴ്സ് പോവാം, അപ്പുറത്തിരിക്കാം. പോട്ടെ പോട്ടെ പോട്ടെ. അപ്പൊ നമ്മളെ സ്കോർപിയോ പണിയൊക്കെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് പോവാം. കൊറേ ദിവസം ആയിരുന്നു പണിക്ക് കയറ്റി. അതെ, അത് ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ട്രിപ്പും പോയിച്ച് വരുമ്പോ താമസിക്കും. അങ്ങനെ ദിവസമല്ല, മാസമായിരുന്നു. ഇനി നമുക്ക് ഇതിനൊരു ഡ്രൈവിംഗ് സീറ്റ് ഒറ്റയ്ക്ക് ഒരാൾക്ക് മാത്രം ഇരിക്കാവുന്ന സീറ്റ് ആക്കണം സാധാരണ. ഇല്ല, അത് വേണ്ട, ഇത് മതി ഇതിന്റെ സീറ്റ്. അല്ല, അതാകുമ്പോ ഇച്ചിരി സുഖമായിരിക്കും ഓടിക്കാൻ. ഇതിനൊരു സുഖക്കുറവില്ല. ഇതിങ്ങനെ ബെഞ്ച് പോലല്ലേ, അതിലും ഒറ്റ സീറ്റ്. ബെഞ്ച് പോലാണേലും ഉണ്ടല്ലോ, ഇരിക്കാൻ സുഖമുണ്ട്, കുഴപ്പമില്ല. നല്ല മിക്ക സ്ഥലങ്ങളിലും റോഡിലെല്ലാം വെള്ളം പൊങ്ങി. പാലായിലും റാന്നിയിലും ഈരാറ്റുപേട്ടയിലും അങ്ങനെ എല്ലായിടത്തും. സ്റ്റാലിൻ ഉണ്ടായിരുന്നെങ്കിലേ നമുക്ക് വെള്ളം പൊങ്ങിയ സമയത്ത് ആ രക്ഷാപ്രവർത്തനത്തിനൊക്കെ വണ്ടി കൊടുക്കായിരുന്നു. അതെ, എന്തെങ്കിലും ഒക്കെ ആൾക്കാർക്ക് സഹായം ചെയ്യായിരുന്നു അല്ലേ. പക്ഷെ ആ വണ്ടി വർക്ക്ഷോപ്പിലും ആയിപ്പോയി. നീല വണ്ടി നമ്മൾ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിലെത്തി. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ സ്കോർപിയോ എന്ത് ചെയ്യുന്നു. അപ്പോൾ കുറേ ദിവസമായിട്ട് മൊത്തം ഓളിനോൾ എല്ലാം മൊത്തം ചെക്കപ്പ് ചെയ്തു. പെയിന്റ് വരച്ച് ചെയ്തു. പെയിന്റ് ചാലോ എവിടെ ഇവിടെയൊക്കെ പോയിരുന്നുണ്ടോ എല്ലാം പെയിന്റും എല്ലാം ചെയ്ത് 4 വീല് കഴിച്ച് ഗ്രീസ് മാറോ അങ്ങനെയുള്ള വീലിൻ്റെ കാര്യങ്ങൾ, പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ ഭാഗം, ഇലക്ട്രിക്കൽ വർക്ക് കുറേ ഉണ്ടായിരുന്ന എല്ലാ പരിപാടിയും. സ്റ്റിയറിങ്ങിന്റെ ഒക്കെ കുറച്ച് അതെല്ലാം പോയതുണ്ടായിരുന്നു. എല്ലാം സെറ്റാക്കി. ഇപ്പം നല്ല അടിപൊളിയായി, പുതിയ വണ്ടി പോലെ ആയി. അപ്പം അല്ല, ഇപ്പൊ ഒരു തെളിച്ചമുണ്ട്. വെളുത്ത വണ്ടിയാ. ഞാൻ പൊന്നു കണ്ടപ്പോഴേ പറഞ്ഞു ഇത്ര വെളുത്ത ഇത്ര. അതിപ്പം പക്ഷെ ഇതിലൊന്നും പണി തീർന്ന് കിടന്ന കുറേ ആയിരുന്നു. പിന്നെ നമ്മൾ വരുമ്പോൾ ഓരോ പരിപാടി ആയതുകൊണ്ട് ഇത് വണ്ടി എടുത്ത് പോകാൻ പറ്റിയില്ല. പൊന്നു ഇപ്പോൾ പറയാം, പൊന്നു വന്ന് രാജധാനിയിൽ നിന്ന് വന്നിട്ട് പിന്നെ ഇപ്പോഴാണ് വണ്ടി കാണുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായി. അപ്പോൾ ഇനി വേണം ഇത് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഇത് രജിസ്റ്റർ ചെയ്യും. നമ്മുടെ കോട്ടയത്തേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. KL5 ആവും. നല്ലൊരു ഫാൻസി നമ്പർ നമുക്ക് എടുക്കണം. എന്നിട്ട് പിന്നെ സ്കോർപിയോ വേണമെങ്കിൽ നമുക്ക് കൊടുത്തേക്കാം. പക്ഷേ കുഞ്ഞിക്കിളി സമ്മതിക്കുന്നില്ല. കുഞ്ഞിക്കിളിക്ക് സ്കോർപിയോ കൊടുക്കാനൊരു സങ്കടം. കുഞ്ഞിക്കിളി പറയുന്നത് ഇത് എൻ്റെ ഒപ്പം പൊക്കമല്ലോ. അപ്പോൾ കുഞ്ഞിക്കിളി പറയുന്നത് സ്കോർപിയോ നമുക്ക് കൊടുക്കണ്ടെന്നാണ്. ഈ വണ്ടി എല്ലാം കൂടെ എവിടെ കൊണ്ടിടും? വേറെ വണ്ടി. അപ്പോൾ എന്നാൽ അതിന് വരല്ലേ ഇതെടുത്തേക്കുന്നത്. അപ്പം കൊടുത്തേക്കാന്നാ പ്ലാന്. അതേപോലെ തന്നെ നമ്മുടെ നീല ശാലിനും കൊടുത്തു. അപ്പോൾ ശാലിൻ ഞാൻ വേറൊരു കാഴ്ചപ്പാടിലായിരുന്നു കൊണ്ടുവന്നത്. പക്ഷേ പിന്നെ അന്നേരം ഒരാൾ കൊടുക്കുമെന്ന് ചോദിച്ചു, അങ്ങനെ കൊടുത്തു. ഇനി വേറൊരു കാഴ്ചപ്പാടിൽ വേറൊരു സംഭവം വരുന്നുണ്ടാവും. അതെ, അത് സീക്രട്ടാണ്. അതിപ്പോൾ അതിനെപ്പറ്റി അധികം ഒന്നും പറയുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ വഴിയേ വരും. അത് ഞാൻ ഇന്നാളൊരു നമ്മുടെ ഒരു ഇന്റർവ്യൂവിന് അത് ചെറുതായിട്ടൊന്ന് പറഞ്ഞായിരുന്നു. അപ്പം അത് വരുമ്പോഴല്ല, വരുന്നതിന് മുമ്പ് നമുക്ക് പറയാം അല്ലേ. അതുപോലെ സെറ്റാവട്ടെ. അത് അടുത്തടുത്ത് വരുന്നുള്ളൂ, കുറച്ച് സമയം കൂടെ എടുക്കും. അപ്പോഴിത് ഇവിടെ നമ്മുടെ 2 പേര് കിടപ്പുണ്ട്. ഇത് 87. ഇത് 81. ഇവർ 2 പേരും ഇരട്ടകളാണ് കേട്ടോ. ഒരുമിച്ചെടുത്ത വണ്ടികളാണ്. 2019. ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ചിറ്റയും കൊച്ചയൊക്കെ വീട്ടിൽ പോയി. എല്ലാവരും പോയി. ഞങ്ങളെ വൈകുന്നേരം ആയതുകൊണ്ട് മഴയൊക്കെ കണ്ട് 4 മണിക്കാറ്റിലൊക്കെ പോവാന്ന് വിചാരിച്ച് ഇറങ്ങിയതാ. ആണോ? വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല. ഞാൻ ഈ വണ്ടി കൊണ്ട് വീട്ടിലോട്ട് പോകാം. സ്കോർപിയോ കൊണ്ടോ? പിന്നെ ഞങ്ങൾ 4 മണിക്കാറ്റിലൊക്കെ പോയിട്ട് വരാം. ഒന്ന് അബദ്ധത്തിൽ രാവിലെ പറഞ്ഞേ 4 മണിക്കാറ്റ് വരെ വൈകുന്നേരം പോവാം. ഇറങ്ങിയത്. അതുകൊണ്ട് അച്ഛമ്മ റെഡിയായി ഇറങ്ങിയെന്നു. ദാമിനെയും കൂടെ കൊണ്ടുപോകണമെന്ന് ഓർത്താ 4 മണിക്കാറ്റിൽ പോകുമ്പോ. പക്ഷെ ദാമി ഉറങ്ങിപ്പോയി. അതെ, വീട്ടിൽ കിടന്ന് നല്ല ഉറക്കമായിപ്പോ. മഴയൊക്കെ അല്ലേ, നല്ല സുഖമായിരിക്കും ഉറങ്ങാൻ. വൈകുന്നേരം നല്ല തിരക്കാ ബൈപ്പാസില്. ഏറ്റുമാനൂരിന്നേ ഒരു 5-6 കിലോമീറ്ററേ ഉള്ളൂ 4 മണിക്കാറ്റ് വരെ. നല്ല രസമാണ്. വൈകുന്നേരം ചുമ്മാ അവിടെ പോയി, അവിടെ 2 സൈഡും കണ്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരം ചുമ്മാ പോയി കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരിക്കുക. അപ്പം 4 മണി സമയമാകുമ്പോൾ നല്ല കാറ്റുണ്ടാവും. അങ്ങനെയാണ് 4 മണിക്കാറ്റ് എന്നുള്ള പേര് തന്നത്. പിന്നെ നല്ല ചായയും കടികളും ഒക്കെ ഉണ്ട്, ചെറിയ ചെറിയ കടകളൊക്കെ ആയിട്ട്. നല്ല രസമാണ്. മീനച്ചിലാറായി ഒഴുകുന്ന. എന്നോ വെള്ളമൊന്നും ഉണ്ടോ? അതുകൊണ്ടോ
ഇവിടെ നമ്മുടെ ഏറ്റുമാനൂരപ്പൻ ആറാട്ടുകടവ് ഇവിടെയാ ആറാട്ടിന് വരുന്നത്. അപ്പം അവിടെ എല്ലാം ഇപ്പം മൊത്തം വെള്ളമാണ്. അച്ഛമ്മയുടെയൊക്കെ ചെറുപ്പത്തിലേ മഴ പെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലേ ഇടമാസം പകുതിയാകുമ്പോ അങ്ങ് മഴ തുടങ്ങുവേ. പിന്നെ ഞങ്ങൾ ചെറുപ്പത്തിൽ കപ്പ നട്ടൊക്കെ കാട് പറിക്കാനൊക്കെ പോകും. മഴക്കാലത്ത് കാട് പറിക്കാനൊന്നും ഇറങ്ങി പോകാൻ പറ്റിയല്ല. പിന്നെ വീട്ടിൽ ചോറും കറിയൊക്കെ വെച്ച് കഴിച്ചിരിക്കും. മഴ കുറവുള്ള സമയത്തെല്ലാം ഞങ്ങള് പറമ്പിൽ കാട് പറിക്കുമായിരുന്നു കപ്പയുടെ. അതൊക്കെയായിരുന്നു പരിപാടി. കോഴിക്കോട്ടിലല്ലായിരുന്നു കൊച്ചിലെ? കോഴിക്കോട്ടിലായിരുന്നു, ചെന്നപ്ലാവില്. അവിടെ ആറുണ്ടല്ലോ. അപ്പം അവിടെ അല്ലേ? ആറിന്റെ അടുത്തല്ലോ, നമ്മള് ചെന്നപ്ലാവിലല്ലേ. അപ്പൊ ആ സമയത്ത് ആറ്റിൽ നിന്നൊന്നും വെള്ളം പൊങ്ങത്തില്ലായിരുന്നു? അന്നൊന്നും എത്ര വെള്ളപ്പൊക്കം ഇല്ല. ഇപ്പഴാ ഭയങ്കര മഴ പെയ്യുമ്പോഴാ ഭയങ്കര ഓരോ സ്ഥലത്തും വെള്ളപ്പൊക്കവും ഉരുളുപൊട്ടലും ഒക്കെ. അന്ന് ഇതൊക്കെ വളരെ കുറവാ. അപ്പൊ നമ്മള് 4 മണിക്കകത്തെത്തി. ഇവിടെ നല്ല ഇറക്കാ. നമ്മളെ വിചാരിച്ച പോലെ അത്ര വെള്ളം പൊങ്ങിയില്ലെന്ന് തോന്നുന്നു. എന്നാളിവിടെ പണ്ട് വെള്ളം പൊങ്ങിയിട്ട് കാർ ഒഴുകിപ്പോയതാ. ആണല്ലേ? ആ സൈഡിലെ തിരക്കുള്ളൂ, ഇപ്പുറത്തെ സൈഡിലെ തിരക്ക് കുറവാ. അതെ, കടയൊക്കെ അടച്ചു. ഇവിടെ പാടമാ ഈ സൈഡിലെല്ലാം. മൊത്തം വെള്ളം കയറി പാടത്തെല്ലാം. 3 ചായ പറഞ്ഞു. കടിയൊന്നുമില്ല, കപ്പയുണ്ട്. കട ക്ലോസ് ആവാറ് ഈ സമയം. മഴയൊക്കെ ആയതുകൊണ്ട് നേരത്തെ ക്ലോസ് ആക്കുക. അപ്പം ചായ കിട്ടി. അച്ഛമ്മയ്ക്ക് മഴത്തുള്ളിയൊക്കെ ദേഹത്തോട്ട് വീഴുമ്പോൾ അങ്ങ് തണുക്കുന്നെന്ന്. വണ്ടിയിൽ ഇങ്ങോട്ട് വന്നപ്പോഴേ നല്ല തണുപ്പ്. എന്നാലും വിചാരിച്ച ഒരു ചായ കിട്ടുവാണെങ്കിൽ തണുപ്പ് മാറിയോ. ഞാൻ ഒരു നെല്ലിക്ക ഉപ്പിലിട്ടവും പറഞ്ഞു. കപ്പ ഒരെണ്ണം മേടിച്ചു. കപ്പയും മാങ്ങാച്ചാറും ഉണക്കമീൻ പൊടിച്ചതും. ഉണക്കമീൻ പൊടിയല്ല, ഉണക്കമീൻ ചമ്മന്തി. ഒരാൾ ചായയും പരിപ്പോടയും കഴിക്കാൻ വന്ന. ചാച്ചതെ വണ്ടിയൊക്കെ തിരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാവരും പതുക്കെ ഓടി കയറിക്കോ. ചായ കുടിച്ചോണ്ട് ഇപ്പോൾ പെട്ടെന്നൊരു മഴ. നല്ല മഴയായിരുന്നു. ഇവിടെ ഇതുണ്ട്, ഈ സൈഡിൽ കൂടെ വെള്ളം ഒഴുകി വരും. എന്നിട്ട് ആ സൈഡിൽ കൂടെ പോകും. വീട്ടിലൊക്കെ മറ്റേ ഇത് പിടിപ്പിക്കുന്ന പോലെ വരെ ഓടേന്ന് വെള്ളം ഒഴുകി വന്ന് ഇത് പിടിപ്പിക്കില്ല, പിടിപ്പിക്കത്തില്ലേ? അതുപോലെ തന്നെ. സന്തോഷമായില്ല അച്ഛമ്മയ്ക്ക്? സന്തോഷമായി. ആറ്റിലെ വെള്ളമൊക്കെ കണ്ടു. ചായ കുടിച്ചു. കാറ്റ് കൊണ്ടു. സന്തോഷമായി. കാറ്റ് കൊള്ളണം താരം, പക്ഷെ വെള്ളം ദേഹത്ത് വീണാലും കാറ്റടിച്ചാലും തണുക്കും. അന്നേരം ചൂട് ചായ കുടിക്കണം. എല്ലാം ചായ കിട്ടി, തണുപ്പും കിട്ടി. അതെല്ലാം കിട്ടി. സന്തോഷം. അതെ, മുമ്പേ ആ വണ്ടി മുങ്ങിന്ന് പറഞ്ഞില്ല 4 മണിക്കാറ്റില്? വണ്ടി ഒഴുകിപ്പോയത്. പക്ഷെ അവിടെ അതിന് മാത്രം വെള്ളം കയറി, ഒഴുകി പോകാനും മാത്രം. 4 മണിക്കാറ്റിലല്ല, 4 മണിക്കാറ്റ് ആ സ്ഥലത്തിന്റെ പേരാ അവിടെ. അതിന് അവിടെ നിന്ന് കുറച്ച് മുന്നേ എന്ന് വെച്ചാൽ അവിടെ തന്നെ അടുത്ത്. അവിടെ ഇതുവരെ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. വെള്ളം പൊങ്ങും, അതെ, അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മുടെ ട്രക്കറിലെ ചെറിയൊരു കറക്കം പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പൊ നമ്മൾ രാവിലെ പോകുമ്പോൾ വീടിന് മുറ്റത്ത് ഒരാളുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അപ്പൊ നമ്മുടെ 66 ലോഡ് കയറ്റാൻ പോയിട്ടിട്ട്. 66 എങ്ങോട്ടാ ലോഡ്? 66 കാശ്മീരിലേക്ക്. കാശ്മീരിന് ആയിരുന്നെങ്കിൽ ഇറക്കോളം ഉണ്ടായിരുന്നല്ലേ? കിളിക്കോ അച്ഛമ്മയ്ക്കോ ഒക്കെ ഇറക്കോളുണ്ട്. അല്ലേ, വണ്ടി ഇരുന്നോണ്ടേ എന്നോട് ചോദിച്ചു, വണ്ടി എടുക്കാൻ പോകുമ്പോ ഒന്നും ഞാൻ വന്നിട്ടില്ല, ഇനി വണ്ടി എടുക്കാൻ പോകുമ്പോ ഞാനും വരട്ടെ. നിങ്ങൾ പറഞ്ഞു വരണ്ട, ഞാൻ ക്ലാസ് ഒക്കെ ഉള്ളതല്ലേ. ഏതാ വണ്ടി എടുക്കാൻ പോയപ്പോ കുഞ്ഞിക്കിളി ഉണ്ടായിരുന്നല്ലോ? ട്രെയിലർ. വേറെ വണ്ടി ലോറി എടുക്കാൻ പോകും. അങ്ങനല്ല, സ്റ്റാലിനൊക്കെ പോലെ സ്റ്റാലിനൊക്കെ എടുക്കാൻ പോയപ്പോ ഒന്നും കൊണ്ടുപോയില്ലല്ലോ. അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോകണം. ഇതിപ്പോ എങ്ങോട്ട് പോവാന്ന് പറഞ്ഞാലും ഞാനും എന്ന് പറഞ്ഞ് നിക്കുക. വെക്കേഷൻ ആണോ ഇനി? വെക്കേഷൻ ആയിട്ട് ഇനി പുതിയ വണ്ടി എടുത്താൽ മതി. വെക്കേഷൻ പുതിയ വണ്ടി എടുത്താൽ മതി. അപ്പൊ ഞാനും വരും. അതൊക്കെ അങ്ങ് നടന്നു പോകുന്ന ടൈം ഒന്നുമില്ല. അതെ. വണ്ടി എടുക്കുന്ന കൊടുക്കുന്നതൊക്കെ എപ്പോഴാണെന്നും പറയാൻ പറ്റില്ല. അതൊക്കെ എല്ലാം പെട്ടെന്നായിരിക്കും. സ്കോർപിയോ കൊടുക്കണ്ട. ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കട്ടെ. കൊടുക്കണ്ട, നമുക്ക് ഈ വണ്ടി നോക്കാം. ഈ വണ്ടിയോ? ഈ വണ്ടി കൊടുക്കല. ഇത് വന്നപ്പോ തൊട്ടേ ഞാൻ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. നമുക്കിത് സ്കൂളിൽ പോയാലോ? സ്കൂളിലൊന്നും പോകണ്ട. എന്നാ പിന്നെ എന്റെ ഏതെങ്കിലും വണ്ടിയുടെ കാര്യം പറയുമ്പോഴേ എന്നാ നമുക്ക് ഇത് കൊടുത്തേക്കാന്ന് പറയുന്നത്. ഇതിനൊരു പേരിട്ടില്ലല്ലോ. എന്റെ പേരെന്നാ ഇത്? ഈയായിട്ട് പേരൊന്നും മനസ്സിലോട്ട് കിട്ടുന്നില്ല. 2 വണ്ടിക്ക് പേരിടാനുണ്ട്, കുറുമ്പനും ഇതിനും. സ്കൂൾ ബസ്. സ്കൂൾ ബസ് എന്നൊക്കെ അതൊന്നുമല്ല, പേര് വ്യത്യസ്തമായ പേര്.
അപ്പൊ നമുക്ക് കാശ്മീർ യാത്ര കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ.